നമസ്തേ പ്രിയമിത്രങ്ങളെ. പലപ്പോഴും പലരുടെയും പല രീതിയിലുമുള്ള സങ്കടങ്ങൾ ശ്രവിക്കാറുണ്ട്. ഇന്ന് ശ്രവിക്കേണ്ടി വന്ന സങ്കടം ഹൃദയത്തിൽ തട്ടുന്ന തരത്തിലുള്ളതായിരുന്നു. കാരണം എൻ്റെ അരികിലേക്കെത്തിയ 3 സഹോദരിമാർക്ക് ഏകദേശം ഒരാൾക്ക് 30-35 വയസ്സിനിടയിലും മറ്റൊരാൾക്ക് ഏകദേശം ഒരു 35-40 വയസ്സ്, ഒരാൾക്ക് അതിൻ്റെ മുകളിലും അതേ പ്രായപരിധിയിലുള്ള 3 സഹോദരിമാരാണ് അരികിലേക്ക് എത്തിയത്. നിറഞ്ഞ കണ്ണുകളോടും വിതുമ്പുന്ന അധരങ്ങളോടും കൂടിയാണ് അവരവരുടെ സങ്കടത്തെ അറിയിച്ചത്. സങ്കടം മറ്റൊന്നുമായിരുന്നില്ല. ദൗർഭാഗ്യവശാൽ ഈശ്വര നിശ്ചയമാണോ, മുജ്ജന്മ കർമ്മ ഫലങ്ങളുടെ പരിണിത ഫലമാണോ, എന്തുകൊണ്ടാണെങ്കിലും ആ 3 പേരും വിധവകളായിരുന്നു. അതിൽ 2 പേരും നല്ല പ്രായത്തിൽ തന്നെ വിധവകളാകേണ്ടി വന്നവരും 2 കുട്ടികളുടെ മാതാക്കളുമായിരുന്നു. തങ്ങളുടെ പതിയുടെ വേർപാടിലും സന്തതികളെ മുറുകെ പിടിച്ചുകൊണ്ട് അവരെ നേരായ മാർഗത്തിലേക്ക് എത്തിക്കണം, അവർക്ക് വേണ്ടി ജീവിക്കുന്ന തരത്തിലേക്കായിരുന്നു അവരുടെ പ്രവർത്തനം. എന്നാൽ പലപ്പോഴും ആൾക്കൂട്ടത്തിൻ്റെ ഇടയിൽ വെച്ചും ക്ഷേത്ര ആഘോഷങ്ങളുടെ വേളയിൽ വെച്ചും എന്തിന് വീട്ടിലൊരു മംഗളകർമ്മം നടക്കുമ്പോൾ പോലും മുതിർന്നവരും കാര്യപ്രമാണികരെന്നും സർവശാസ്ത്രവിശാരദർ എന്നും സ്വയം നടിക്കുന്ന പലരും അവരെ പരസ്യമായി അവഹേളിക്കുന്നു. മംഗളകരവും സന്തോഷകരവുമായ പല ചടങ്ങുകളിൽ നിന്നും അവരെ അകറ്റി നിർത്തുന്നു. ന്യായമായും അവരുടെ സാന്നിധ്യം അത്യന്താപേക്ഷിതമായി ഉണ്ടാകേണ്ട ചടങ്ങുകളിൽ നിന്ന് പോലും പലപ്പോഴും താൽക്കാലികമായ ന്യായവാദങ്ങൾ നിരത്തി അവരെ അകറ്റുന്നു. കാരണം വിധവയാണത്രേ വിധവ. ഇത്രയേറെ മാറ്റി നിർത്തേണ്ട അല്ലെങ്കിൽ അവഗണിക്കേണ്ട ഒരു തലമാണോ വിധവയുടേത്? ആലോചിക്കണം. വിധവയായത് അവരുടെ കുറ്റം കൊണ്ട് മാത്രമല്ല, അത് ഒരു പക്ഷെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മുജ്ജന്മ കർമ്മഫലമാകാം. അതിൽ പതിയായിരുന്ന വ്യക്തിയുടെ കർമ്മഫലവും അതിൽ ഭാഗവാക്കാകും. ഒരു കുടുംബജീവിതത്തിൽ ഏതെങ്കിലും രീതിയിലുള്ള അത്യാഹിതങ്ങളോ അല്ലെങ്കിൽ സങ്കടങ്ങളോ സംഭവിക്കുന്നുവെങ്കിൽ അതിൻ്റെ ഉത്തരവാദികൾ പതിയും പത്നിയും തന്നെയാണ്. 2 പേർക്കും തുല്യ പങ്കാളിത്തമാണ്. ഇവിടെ കുടുംബത്തിൽ ഒരു ഐശ്വര്യം നടക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു മംഗളകാര്യം നടക്കുമ്പോൾ, എന്തിന് ക്ഷേത്രത്തിൽ ഒരു ഉത്സവം നടക്കുമ്പോൾ ഒരു പൂത്താലം എടുക്കുവാനോ താലപ്പൊലി എടുക്കുവാനോ പോലും അനുവദിക്കാറില്ല. അത്രേ അകറ്റി നിർത്തപ്പെടേണ്ടവളാണോ വിധവ? എവിടെയാണ് ഇങ്ങനെ അകറ്റി നിർത്തപ്പെടേണ്ടവളാണ് വിധവ എന്ന് സൂചിപ്പിച്ചിരിക്കുന്നത്? സമൂഹത്തിൽ ഇത്തരത്തിലുള്ള അനാചാരങ്ങൾ അനവധി ഉണ്ടായിരുന്നു. അവയെ തച്ചു തകർക്കുവാനും ഉന്മൂലനം ചെയ്യുവാനും അനേകം ഗുരുപരമ്പരകൾ നിരന്തരം പ്രവർത്തിച്ചിരുന്നു. എന്നാൽ അവർ പറഞ്ഞു തന്നതൊന്നും നമ്മൾ ഹൃദയത്തിലേക്ക് സ്വീകരിച്ചില്ല. വലത് കാതുകൊണ്ട് കേട്ട് ഇടത് കാതുകൊണ്ട് പുറത്തേക്ക് തള്ളിവിട്ടു. ഇവരിൽ ചിലർ കാണുന്ന ഒരു കുറ്റം, ഭർത്താവ് മരിച്ചതിന് ശേഷവും താലി കഴുത്തിൽ തന്നെ കിടക്കുന്നതേ താലിമാല തുടർന്നും ധരിക്കുന്നത്രേ. അത് പാപമാണ്, ദോഷമാണ്. തന്നെ വിട്ടു പിരിഞ്ഞു പോയതും തന്റെ കഴുത്തിൽ താലി ചാർത്തിയതുമായ ആ പതിയുടെ സ്മരണയെ നിരന്തരം ഉള്ളിൽ ഒതുക്കിക്കൊണ്ട് ആ പതിയുടെ ഒരു പ്രതീകമായി അദ്ദേഹം താലിയെ ചാർത്തി തന്റെ മരണം വരെ തന്റെ കഴുത്തിൽ ഉണ്ടാകണമെന്ന് ഒരു ധർമ്മപത്നി ആഗ്രഹിച്ചാൽ അത് തെറ്റാണ് എന്ന് പറയാൻ കഴിയുമോ? ചിന്തിക്കും. അതിനെ പിന്തുണച്ചുകൊണ്ട് ചില സഹോദരിമാരും എത്തുന്നുണ്ടത്രേ. അപ്പോൾ അവരൊന്ന് ആലോചിക്കേണ്ടതുണ്ട്. പഴുത്ത പ്ലാവില വീഴുമ്പോൾ പച്ചപ്ലാവില പുഞ്ചിരിക്കല്ലേ തൊട്ട് പുറകിൽ വരുന്നുണ്ട്. സൂര്യോദയം ഭാരതത്തിൽ മാത്രമല്ല, അമേരിക്കയിലും ഇംഗ്ലണ്ടിലും ജർമ്മനിയിലും ജപ്പാനിലും ഒക്കെ ഉണ്ട്. പക്ഷേ ഇന്ത്യയിൽ സൂര്യോദയം ഉണ്ടായി കുറച്ച് കഴിഞ്ഞായിരിക്കും അവിടെ എത്തുന്നത്. അതുപോലെ തന്നെയായിരിക്കും അന്ധകാരവും. ഭാരതത്തിൽ അന്ധകാരം വന്നു, മറ്റു രാജ്യങ്ങളിലെങ്കിലും അന്ധകാരം വന്നില്ല എന്ന് നിലവിളിക്കുന്നവർ ഭാരതത്തിൽ വെളിച്ചമെത്തുമ്പോൾ അവിടെ അന്ധകാരം വന്നിരിക്കും. അപ്പോൾ ഇന്ന് അവൾക്ക് സംഭവിച്ച നാളെ എനിക്ക് സംഭവിക്കും. അതുകൊണ്ട് ഒരാൾ വിധവയായി എന്ന ഒരൊറ്റ കാരണം കൊണ്ട് പൊതുസമൂഹത്തിന്റെ മുമ്പിൽ വെച്ച് സ്ത്രീകൾ അടക്കം ഇത്തരത്തിലുള്ള സാധുക്കളെ അപമാനിക്കുന്നത് ശരിയാണോ? അകറ്റി നിർത്തുന്നത് ശരിയാണോ? ശരിക്കും സാന്ത്വനവും സംരക്ഷണവുമല്ലേ ഒരു വിധവയ്ക്ക് ആവശ്യമായിട്ടുള്ളത്? എന്തേ ആ ചിന്ത നമ്മളിൽ ഉണ്ടാകാത്തത്? ഇനിയും ഭർത്താവ് മരിച്ച ഭാര്യ ഇത്തരത്തിലുള്ള ആഘോഷങ്ങളിൽ നിന്നൊക്കെ ഒഴിവാക്കി നിർത്തുന്നു. താലപ്പൊലി എടുക്കാൻ പാടില്ല, അല്ലെങ്കിൽ നിറപറ സമർപ്പിക്കുവാൻ പാടില്ല, അല്ലെങ്കിൽ കഴുത്തിൽ താലിമാല ചാർത്തുവാൻ പാടില്ല എന്നൊക്കെ അന്ത്യശാസനം മുഴക്കുന്നവർ ഭാര്യ മരിച്ച ഒരു ഭർത്താവിനെതിരെ ഇപ്രകാരത്തിൽ പറയാറുണ്ടോ? ചിന്തിക്കേണ്ടതല്ലേ? ഭാര്യ മരിച്ചു എന്നതുകൊണ്ട് അയാളെ സമൂഹത്തിൽ നിന്ന് ഒഴിവാക്കുന്നുണ്ടോ? എന്തേ അതിന് ശ്രദ്ധിക്കാത്തത്? അപ്പോൾ ന്യായങ്ങൾ 2 പേർക്കും തുല്യമല്ലേ? ഭാര്യയ്ക്കാണെങ്കിലും ഭർത്താവിനാണെങ്കിലും ന്യായം തുല്യം തന്നെയാണ്. നമ്മുടെ സംസ്കാരത്തിൽ എവിടെയും അങ്ങനെ വ്യത്യസ്തമായി പറഞ്ഞിട്ടില്ല. ആരൊക്കെ എവിടെയൊക്കെ എന്തൊക്കെ ഇരുന്ന് വിളിച്ചു പറയുന്നു എന്നതിൻ്റെ ഒരൊറ്റ കാരണത്തെ മുറുകെ പിടിച്ചുകൊണ്ട്, അല്ലെങ്കിൽ വ്യക്തിപരമായ വിരോധത്തെ കരുമുതലാക്കിക്കൊണ്ട്, അല്ലെങ്കിൽ സമൂഹത്തിൽ തങ്ങൾ പറയുന്നതായിരിക്കണം അന്ത്യശാസനം എന്ന് ചിന്തിച്ചുകൊണ്ട് ഇത്തരത്തിൽ ഈ പാവങ്ങളെ അകറ്റി നിർത്താൻ ശ്രമിക്കുന്നത് ന്യായമാണോ? ഇത് ശരിയാണോ? നമ്മുടെ ഒരു പരമ്പരകളെല്ലാം നമ്മെ പഠിപ്പിച്ചത് എറുമ്പിന് പോലും ഭഗവാനെ വേദന വരുത്താനുള്ള ഇട എന്നിൽ നിന്ന് ഉണ്ടാകരുതേ എന്നല്ലേ? പിന്നെ എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള അവസരങ്ങളെ മറ്റുള്ളവരുടെ ഹൃദയത്തെ വേദനിപ്പിക്കുന്നതിനും സങ്കടക്കയത്തിലേക്കും തള്ളിവിടാൻ വേണ്ടി നമ്മൾ പ്രയോജനപ്പെടുത്തുന്നത്? ചിന്തിക്കണം. അതുകൊണ്ട് അനാചാരങ്ങൾ ഇന്നും സമൂഹത്തിൽ നിലനിൽക്കുന്നു. ഇത് മാറ്റപ്പെടേണ്ടതാണ്, മാറ്റപ്പെടേണ്ടത് തന്നെയാണ്. തൻ്റെ പതിയുടെയും അല്ലെങ്കിൽ തൻ്റെ പ്രിയപ്പെട്ടവന്റെ അകാല വിയോഗത്തിൽ നൊന്തു നേറി പരിതപിച്ചിരിക്കുന്ന ഒരു വ്യക്തിയെ
ഏകാഗിയാക്കുക വഴി അല്ലെങ്കിൽ തങ്ങളിൽ നിന്ന് അകറ്റുക വഴി സമൂഹം കൂടി ബഹിഷ്കരിക്കുന്നത് കൊടും ചതിയല്ലേ, അന്യായമല്ലേ? പരസ്യമായി ഇത്തരത്തിലുള്ള അനാചാരങ്ങളെ വിമർശിക്കുന്ന ചുരുക്കം ചില വ്യക്തികൾ കാണും. എന്നാൽ സമൂഹത്തിന്റെ ഉള്ളിൽ ആരോടും ഒരു പരാതിയും പരിഭവവും പറയാതെ അടക്കിപ്പിടിച്ച തേങ്ങലായി, കരച്ചിലായി അനേകം ഇത് സ്വയം അനുഭവിക്കുന്നു. തങ്ങളുടെ വിധിയാണ് അല്ലെങ്കിൽ ഫലമാണ് എന്ന് കരുതി സ്വയം ആശ്വസിക്കുന്നു. അത് ന്യായമാണോ? ഈശ്വരന് യാതൊരുവിധ വേറുകൃത്യവുമില്ല, പുരുഷനോടുമില്ല, സ്ത്രീയോടുമില്ല. ഭർത്താവുള്ള സ്ത്രീയോട് ഭഗവാന് കൂടുതൽ സ്നേഹം, ഭർത്താവില്ലാത്ത സ്ത്രീയെ ഭഗവാന് സ്നേഹമില്ല എന്ന് എവിടെയും പറയുന്നില്ല. ഇനിയും വൈദിക താന്ത്രിക കർമ്മങ്ങളിലാണെങ്കിൽ പോലും എത്രയോ ഇടങ്ങളിൽ അമ്മമാർ, സഹോദരിമാർ പൂജാതി കർമ്മങ്ങൾ ചെയ്യുന്നുണ്ട്. ഇനിയും അവർ അവരുടെ ഭർത്താവിന്റെ സ്മരണ അവരോടൊപ്പം ചിരകാലം ഉണ്ടാകണമെന്ന ചിന്തയോടുകൂടി താലി ധരിക്കുന്നെങ്കിൽ ധരിച്ചോട്ടെ. ക്ഷേത്രങ്ങളിലേക്ക് എത്തുമ്പോൾ താലപ്പൊലി അവരെടുത്താൽ എന്താണ് കുഴപ്പം? താലം കത്തുകയില്ലേ? അതിലെ ദീപനാളം തെളിയുകയില്ലേ? എവിടെയാണിത് പറഞ്ഞിരിക്കുന്നത് പാടില്ല എന്ന്? അതുകൊണ്ട് പ്രിയമിത്രങ്ങളെ, ഒരാളെ അടച്ചാക്ഷേപിക്കുവാൻ വളരെ എളുപ്പമാണ്. അടച്ചാക്ഷേപിക്കപ്പെടുമ്പോൾ അവരുടെ ഹൃദയം നൊന്തു നീറുന്നതും പരിതപിക്കുന്നതും മറന്നു പോകരുത്. ഇന്ന് ഞാൻ ഒരാളെ അടച്ചാക്ഷേപിച്ചാൽ, ഒരാളെ വേദനയുടെ പടുകുഴിയിലേക്ക് ഞാൻ തള്ളിവിട്ടാൽ, എന്നെ 9 പേർ കാണും തള്ളിവിടാനായി കാത്തിരിക്കുന്നത് എന്ന ബോധം വേണം. ഞാൻ ഒരു തെറ്റ് ചെയ്താൽ 9 തെറ്റിന് ഞാൻ ഉത്തരം പറയേണ്ടതായി വരും. ഇത് സമസ്ത പുരാണങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. അതുകൊണ്ട് നമ്മുടെ ഋഷിപരമ്പരകൾ പറയാത്തതും വേദങ്ങളിൽ ദർശിക്കാത്തതുമായ ഇത്തരത്തിലുള്ള പഴഞ്ചൻ ആചാരങ്ങൾ മാറ്റുക തന്നെ വേണം. കാരണം ഈശ്വരൻ ഏവർക്കും തുല്യനാണ്. വേറുകൃത്യമില്ലാത്തത് ഈശ്വരന് മാത്രമാണ്. ബാക്കി ഏവർക്കും അല്ലറയില്ലറ സ്വാർത്ഥതയുടെ അടിസ്ഥാനത്തിൽ വേറുകൃത്യങ്ങൾ കാണും. എന്നാൽ സർവേശ്വരൻ അതൊന്നുമില്ല. സമസ്ത ജീവജാലങ്ങളുടെ ഉടയവനായ ആ വിശ്വനാഥന് എന്ത് വേറുകൃത്യം? അതുകൊണ്ട് സൽക്കർമ്മങ്ങളിൽ അവർ പങ്കെടുക്കുന്നെങ്കിൽ പങ്കെടുത്തോട്ടെ. ഒരു മംഗളകർമ്മത്തിൽ അവരുടെ സാന്നിധ്യമുണ്ടെങ്കിൽ അത്രയും നല്ലതാണ് എന്ന് ചിന്തിച്ചുകൊണ്ട് അകറ്റി നിർത്താതെ അവരെ കൂടി നമ്മളോടൊപ്പം ചേർത്ത് നിർത്തുവാനും അതിലൂടെ നിങ്ങൾ അരക്ഷിതരല്ല, നിങ്ങൾ സുരക്ഷിതരാണ് എന്ന ഒരു സന്ദേശം നൽകാനുമല്ലേ നമ്മൾ പ്രവർത്തിക്കേണ്ടത്? അപ്പോഴല്ലേ നമ്മൾ മനുഷ്യരായി മാറുകയുള്ളൂ, അപ്പോഴല്ലേ ഉത്തമ ഭക്തരായി മാറുകയുള്ളൂ. അതിനുള്ള അവസരം സർവേശ്വരൻ ഏവർക്കും നൽകട്ടെ എന്ന് ഭക്തിയാദരപൂർവ്വം പ്രാർത്ഥിച്ചുകൊണ്ട് മറ്റൊരു വിഷയവുമായി വീണ്ടും കണ്ടുമുട്ടുന്നത് വരെ പ്രിയമിത്രങ്ങളെ ഏവർക്കും നമസ്കാരം. ഹരിയും.